എനിക്കേറെ പ്രിയങ്കരായ LPSA UPSA ഉദ്യോഗാർത്ഥികളെ, ഒരു ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ ആവശ്യകതയെ എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വരുന്ന LPSA UPSA പരീക്ഷകളെ കുറിച്ച് അറിയിക്കാനാണ്. DELD-ഉം TTC-യും ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ LPSA UPSAക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ തന്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിശ്രമത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നവർ ഒരു നിമിഷവും പാഴാക്കാതെ എൻട്രിയോടൊപ്പം നിങ്ങൾ കൂടുക. കാരണം നിങ്ങൾ ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുദീർഘമായ പരിശ്രമത്തിലൂടെ ആയിരിക്കും നമുക്ക് വേഗം പല ആശയങ്ങളും കരഗതമാക്കാൻ കഴിയുന്നത്. സോ അങ്ങനെയുള്ളൊരു പരിശീലനത്തിന്റെ ആവശ്യകത നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ട് ഇപ്പോൾ തുടങ്ങണം എന്നുള്ളത്. സോ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മൾ ഇന്ന് ചില മനഃശാസ്ത്ര ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏത് എന്നുള്ളതാണ് ചോദ്യം. അനുയോജ്യമല്ലാത്ത കൈത്താങ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്ന ഒരു ആശയം ലോകം അറിയുന്നത് ആരിലൂടെയാണ്? അത് വൈഗോട്സ്കിയിലൂടെയാണ്. വൈഗോട്സ്കിൻ ആശയങ്ങൾ സ്കഫോൾഡിങ്ങും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും അവരുടെ പഠന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി അനുയോജ്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സോ ഓപ്ഷൻസിലേക്കൊന്ന് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക. ഒരു കാര്യം, അതായത് കൈത്താങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പഠനപരമായ കാര്യങ്ങളിലും അവരുടെ മാനസിക, സാമൂഹ്യ, സമീപന, അതുപോലെ തന്നെ പഠന വികാസങ്ങളിൽ അധ്യാപകൻ സഹായിക്കുന്നതിനെയാണ് കൈത്താങ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അധ്യാപകൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അധ്യാപകൻ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ അധ്യാപകൻ എന്ന് പറയുന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ടല്ല. അതല്ല സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ ആ കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക എന്നുള്ളത് ഒരു സ്കഫോൾഡിംഗ് പ്രോസസ് ആണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. രണ്ടാമത്തത്, സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത്. അതായത് നീ ചെയ്യുക അല്ലെങ്കിൽ കുട്ടി ചെയ്യുക എന്നുള്ള, കാരണം സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കൈത്താങ് ആയതുകൊണ്ട് തന്നെ മുഴുവനും ചെയ്തു കൊടുക്കാതെ അവനെ കൊണ്ട് സ്വന്തമായി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അവനുണ്ടാകുന്ന പരിമിതികളെ അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി നോക്കുക. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക. സ്വാഭാവികമായും അതും ഒരു സ്കഫോൾഡിംഗ് പ്രോസസ് ആണ്. കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? അത് പകരം പറയുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു കാരണവശാലും അതിനെ ഒരു സ്കഫോൾഡിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. ഇതൊരു സ്കഫോൾഡിംഗ് പ്രോസസ് അല്ല. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട്, അധ്യാപകൻ ഒരു മെന്റർ ആയിട്ട്, അധ്യാപകൻ ഒരു ഫിലോസഫർ ആയിട്ട്, അധ്യാപകൻ ഒരു ഗൈഡ് ആയിട്ട് കുട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പക്ഷെ കുട്ടിക്ക് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ അതൊരു സ്കഫോൾഡിംഗ് പ്രോസസ് അല്ല. സോ ഓപ്ഷൻ ഡി എന്താണ്? തെറ്റാണ് എന്നുള്ള കാര്യം നോക്കുക. സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. എന്താണ് പാഠ്യപദ്ധതിയിലെ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്? ലോകത്ത് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയിലെ രീതിയാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. സ്പൈറലിംഗ് എന്ന് പറയും. നോക്കുക, ചാക്രികാരോഹണ രീതി ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും നമുക്ക് പറയാൻ കഴിയും, ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത് മറ്റാരുടെയുമല്ല, ജെറോം എസ് ബ്രൂണറുടെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ബ്രൂണർ എന്ന് പറയുന്ന ഒരു വ്യക്തി. സോ വിദ്യാഭ്യാസത്തില് അദ്ദേഹം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് മുന്നോട്ട് വെച്ചാണ്. അദ്ദേഹത്തിന്റെ പാഠ്യപദ്ധതി അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. ലോകത്ത് ഒരു കാരണവശാലും എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്നത്. സോ ബ്രൂണർ ആണ് ചാക്രികാരോഹണ രീതി. ഇനി അടുത്ത ചോദ്യം, ഇതും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ചോദ്യങ്ങളെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉത്തരം ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന്റെ എക്സാക്ട് കണ്ടന്റുകൾ മനസ്സിലാക്കിയിരിക്കണം. കണ്ടന്റ് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യാൻ പറ്റൂ. സോ ആദ്യത്തെ വൈഗോട്സ്കിയൻ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ആ 4 സ്റ്റേറ്റ്മെന്റുകളും വായിച്ചിട്ട് നമ്മുടെ ഉത്തരം ശരിയായിട്ടുള്ളത് എടുത്തെഴുതാൻ കഴിയൂ. സോ നമുക്ക് മൂന്നാമത്തെ ചോദ്യങ്ങൾ നോക്കാം. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാൻ ഇടയില്ലാത്തത് എന്നുള്ളതാണ്. പരിഗണിക്കാൻ ഇടയില്ലാത്തത് നൈതികത എന്ന് വെച്ച് കഴിഞ്ഞാൽ
മോറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്, അല്ലെ? ലോറൻസ് കോൾബർഗിന്റെ ധാർമ്മിക വികാസത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ മോറൽ ഡെവലപ്മെന്റ്, ധാർമ്മിക വികാസം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാത്ത കാര്യങ്ങളാണ്. നോക്കുക, ഒന്ന്, നിയമങ്ങൾ ലംഘിക്കുന്നതിന്, മറ്റു കുട്ടികളെ കളിയാക്കുന്നതിനും കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകുക. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകുക. കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുക. സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോട് എന്ത് ചെയ്യുക? ഇടപെടുക. സോ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ അനുകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കുട്ടിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഒരു കുട്ടിയെ എന്ത് ചെയ്യരുത്? നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ, കുട്ടികളെ കളിയാക്കുന്നതിന്റെ പേരിൽ ലഘുവായിട്ടുള്ള ശിക്ഷ നൽകരുത്. ശിക്ഷ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം പൂർണ്ണമായും ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റില്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റില് ശിക്ഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കൂടി പറഞ്ഞിട്ടുണ്ട് ആര്? സ്കിന്നർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ശിക്ഷയ്ക്ക് പ്രാധാന്യമില്ല, ശിക്ഷ കൊടുക്കരുതെന്നാണ്. ബാക്കിയുള്ള 3 കോൺസെപ്റ്റുകളും നമുക്ക് ഈ ആശയങ്ങൾ വായിക്കുമ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതിൽ നെഗറ്റീവ് കണ്ടന്റ് ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള യുക്തി നമ്മൾ ആർജിച്ചെടുക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ബി ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. എല്ലാ കുട്ടികൾക്കും പരിഗണന നൽകുമ്പോഴത്തേക്ക് തന്നെയും പരിഗണിക്കുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അവന് മോറൽ ഡെവലപ്മെന്റ് നന്നായിട്ടുണ്ടാകും. കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുമ്പോൾ അവന് അവസരം കൊടുക്കുകയാണ്. അധ്യാപകൻ ഒരു നല്ല കേൾവിക്കാരനാകണം. സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. ഇതൊക്കെ മോറൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. സോ നിയമങ്ങൾ ലംഘിക്കുന്ന കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും എന്നുള്ളത് ഒരു കുട്ടിയുടെ ധാർമ്മിക വികാസത്തിനെ പരിപോഷിപ്പിക്കുന്ന ഒരു ഘടകമല്ല, അവന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. 4ാമത്തെ ചോദ്യമാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ് എന്നുള്ളതാണ്. സോ 2 കോൺസെപ്റ്റ് നോക്കുക. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, പിയാഷെയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. സോ പിയാഷെയും അതുപോലെ തന്നെ നോം ചോംസ്കിയൊക്കെ ഏകദേശം ഒരേ ധാരയിലുള്ളവരാണ്. പിയാഷെ പറഞ്ഞത് ചിന്തയും ഭാഷയും ഒരുമിച്ചുണ്ടാകുന്നത് ആണ് എന്നാണ്. എന്നാൽ വൈഗോട്സ്കി പറയുന്നത് ഇത് രണ്ടും 2 ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ പിന്നീട് ഇത് രണ്ടും എന്ത് ചെയ്യാറുണ്ട്? ഒരുമിച്ചാകാറുണ്ട്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു, അല്ലെ? കുട്ടി ചുമ്മാ ഒക്കെ ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. കുട്ടി വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുട്ടി സംസാരിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തയും ഭാഷയും എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുണ്ടായി പിന്നീട് ഒരുമിക്കുന്നതാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് നിയോഗിക്കുന്നത്? വൈഗോട്സ്കി എന്ന് പറയുന്നത്. അത് ഒരു വൈഗോട്സ്കിയൻ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? മനുഷ്യൻ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസങ്ങൾ നടത്തുന്നുണ്ട്, സമായോജന തന്ത്രങ്ങൾ നടത്തുന്നുണ്ട്. ദമനം ഒരു ഉദാഹരണമാണ്, പ്രക്ഷേപണം ഒരു ഉദാഹരണമാണ്, ഉദാത്തീകരണം ഒരു ഉദാഹരണമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സമായോജന തന്ത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യന്റെ ജീവിത സഹജമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അത്. മനുഷ്യൻ പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി ആദ്യകാലങ്ങളിൽ പഠനം നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹത്തിന്റെ മകളും അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. സോ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾ മറ്റു കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രക്ഷേപണം എന്നതുകൊണ്ട് എന്ത് ചെയ്യിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്ഷൻ എന്ന് നമ്മൾ പറയും. പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ നമ്മൾ പഠിക്കാറുണ്ട്. സോ പ്രൊജക്ഷൻ എന്ന് പറയും. പീഡനാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക എന്നുള്ളത് ദമനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് ബ്രൂണറുടെ കോൺസെപ്റ്റ് ആണ്. റിപ്രഷൻ എന്നാണ് അതിന് പറയുന്നത്. സോ ബാക്കി രണ്ടും സമായോജന തന്ത്രങ്ങൾ തന്നെയാണ്. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏത് തരം വിലയിരുത്തലാണ് അതീത ചിന്ത എന്ന് പറയുന്നത്? സോ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ചിന്തയുടെ മുകളിലേക്ക്, ഒരാൾക്ക് ചിന്തകൾക്ക് അതീതമായി മുകളിലേക്ക് ചിന്തിക്കാനുള്ള കഴിവാണ് ഏതെന്ന് പറയുന്നത് മെറ്റാകോഗ്നിഷൻ, അതീത ചിന്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം UPSCക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. 2016 ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. വിലയിരുത്തൽ തന്നെ പഠനം, വിലയിരുത്തൽ തന്നെ പഠനം, വിലയിരുത്തൽ ഒരാൾ സ്വയം വിലയിരുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. അയാളെ വിലയിരുത്തുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് അയാളുടെ ചിന്തകളിൽ മുകളിലൂടെ
സഞ്ചരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അയാൾക്ക് അയാളെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്ന് പറയുന്നത് എന്താണ്? മെറ്റാകോഗ്നിഷൻ ആണ്, അതീത ചിന്തയാണ്. സോ റൈറ്റ് ആൻസർ അവിടെ വന്നു. സോ ദിസ് ഈസ് 6th ക്വസ്റ്റ്യൻ ടു യു. നിങ്ങൾ ഏവരും ഓർത്ത് വെക്കുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് മാസീവായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു വലിയ കാലത്തിലേക്ക് കാൽ ചുവട് എടുത്തു വെക്കാൻ കഴിയൂ എന്നുള്ളത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് വി മീറ്റ് അഗൈൻ.